നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ്. അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. അപ്പോൾ ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം, കണ്ടു മനസ്സിലാക്കാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം വിളിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഐ ബട്ടണിൽ വേറെ വീഡിയോസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, അതൊക്കെ കാണാൻ ശ്രമിക്കുക. പിന്നെ പറയാനുള്ളത്, ലൈവ് മാർക്കറ്റിൽ വ്യൂ അനലൈസ് ചെയ്യുന്ന ഒരു റൂം കൂടെ ഉണ്ട്, ടെലഗ്രാമിലാണ്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നേരിട്ട് വിളിക്കുക. പഠിക്കാനാണെങ്കിലും ലൈവ് ആണെങ്കിലും നേരിട്ട് വിളിച്ചതിന് ശേഷം മാത്രമാണ് റിക്വസ്റ്റ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ, ആഡ് ആക്കത്തുള്ളൂ. പിന്നെ പറയാനുള്ളത്, ഞാൻ 2023 തൊട്ട് ജനുവരി തൊട്ട് യൂസ് ചെയ്യുന്ന, അതിന് മുമ്പേ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട്, എൻ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി, ഇതാണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും പഠിക്കാനായിട്ട് വരുന്നതും. ഒരു ട്രേഡിങ് പഠിപ്പിക്കുന്ന ഒരാളല്ല. അതൊക്കെ നമുക്ക് യൂട്യൂബിൽ നിന്ന് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. ബിക്കോസ് ഞാൻ ട്രേഡിങ് അങ്ങനെ കോഴ്സൊന്നും എടുത്ത് പഠിച്ചിട്ടുള്ള ആളല്ല, ഒക്കെ യൂട്യൂബിൽ നോക്കി തന്നെയാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നത്. ബേസിക് ഒക്കെ ഇഷ്ടം പോലെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ അതുകൂടാതെ തന്നെ കോൺടാക്ട് ചെയ്യുന്ന മിക്കവരും ഒന്നെങ്കിൽ കണ്ടിന്യൂസ് ലോസ് വരുത്തുന്നവരോ അല്ലെങ്കിൽ മെൻ്റലി ഫിറ്റ് അല്ലാത്ത ആളുകളൊക്കെയാണ് മെജോറിറ്റി ലൈവിലേക്ക് വരുന്നത്. കാരണം അവർക്ക് എന്താ പറയണത്, നമ്മളൊരു വ്യൂ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി, അവർക്ക് എടുക്കാനൊക്കെ അറിയാം. ഒരു വ്യൂ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല, കാരണം 2.5 മണിക്കൂർ മേലുണ്ട്. 2 ഞാൻ വിചാരിച്ചത്, പക്ഷേ ഞാനത് പോസ്റ്റ് ചെയ്തില്ലായിരുന്നു. 3 മണിക്കൂറിന് മേലെ വീഡിയോ ഉണ്ട്. ലോങ് ഹോൾഡിംഗ് ആയിരുന്നു. പക്ഷെ അത്ര ലെങ്ത് ഒന്നും ആരും എന്തായാലും കാണത്തില്ല. അപ്പം അതുകൊണ്ട് രാവിലത്തെ ആ ഒരു മൂവിൻ്റെ റിപ്ലൈ ഞാൻ എന്തായാലും ഒന്ന് ഇടാം. എങ്ങനെയായിരുന്നു രാവിലെ സംഭവിച്ചതെന്നുള്ളതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് ആദ്യമായിട്ട് ഇടാം. അപ്പോൾ അതിൽ ആദ്യമേ തന്നെ ഒരു ഡോജി ക്യാനിലാണ് ഫോം ചെയ്തപ്പോൾ തന്നെ നമ്മളൊരു ബോക്സ് ഓൾറെഡി മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോക്സ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ 21,968, അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 22,273. ഇത് എവിടെയെങ്കിലും ആയിരിക്കും മാർക്കറ്റ് നാളെ പോകുക എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്തു. രാവിലെ ഇത്തിരി ടഫ് മാർക്കറ്റ് ആയിരുന്നു, കാരണം അപ്പ് ആൻഡ് ഡൗൺ രാവിലെ നമ്മളുടെ നോർമൽ ടൈമിൽ തന്നെ നല്ല രീതിയിലുള്ള അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എടുത്തൊരു ഡിസിഷൻ, ഇവിടെ ഒരു സിയും പിയും കൂടെ ലോങ് ഹോൾഡിങ് ചെയ്തു. അതായത് 50 മിനിറ്റ്സിൽ ലോട്ട് സൈസ് കൂട്ടിയിട്ട് ഹെഡ്ജ് ചെയ്തു. എന്നിട്ട് സിയിൽ ഒരു ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, പിയിലും ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചു. അപ്പോൾ ഇത് ഈ ഒരു ഭാഗത്ത് നിന്ന് കണ്ടിന്യൂസ് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ 21,973 ആകുമ്പോഴത്തേക്കും അത് നമുക്ക് ഹോൾഡ് ചെയ്യാം. മേളിലോട്ടാണെങ്കിൽ ഈ ഒരു റെഡ് ലൈൻ വരെ ഹോൾഡ് ചെയ്യാം എന്നുള്ള കണ്ടീഷനിലാണ് ഞാനത് ഹോൾഡ് ചെയ്ത്. അല്ലെങ്കിൽ കൂടെ ഉള്ളവർ പലരും പല രീതിയിൽ ചാർട്ട് വൈസ് ഒക്കെ 1 ക്ലിക്ക് ഒക്കെ യൂസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 3 പ്രോഫിറ്റബിൾ ട്രേഡാണ് ഓൾറെഡി അതിൽ സംഭവിച്ചത്. അപ്പോൾ അതിൽ ആ ഹോൾഡ് ചെയ്ത ട്രേഡിൻ്റെ ചെറിയൊരു സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇത് ഒരു ഹോൾഡിങ്, ആ സിയുടെ ഒരു ഹോൾഡിംഗ് ആണ്. പിന്നെ ഉള്ളത് ഈ ഒരു ഹോൾഡിംഗ് ആണ്. പിന്നെ ഉള്ളത് 3 PM ഒരു ട്രേഡിംഗ് ആണ്. കാരണം ഇത് ഇവിടെ മുട്ടുന്ന അനുസരിച്ചിട്ട് ഇതിവിടെ എടുത്തു. അപ്പോൾ ലൈവ് വീഡിയോ ഇല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് മാർക്കറ്റിൻ്റെ രാവിലത്തെ മൂവ്മെൻറ്റ്. അപ്പോൾ ഇവിടെ തീരുമാനിച്ചത് ഒരെണ്ണം ഹോൾഡ് ചെയ്യുക എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. കാരണം താഴത്തോട്ട് ഇവിടെ കാരണം അത് മാസീവായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടത്തില്ല കേട്ടോ. കാരണം ഹെഡ്ജ് ചെയ്താൽ വെച്ചിരിക്കുന്നത് സിയും പിയും ഒരു ഇവിടെ ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട്, അതായത് ഈ ഒരു ഗ്രീൻ ലൈനിൻ്റെ താഴെ ഈ ഒരു വൈറ്റ് ലൈനിലാണ് എൻട്രി സിയും പിയും ഒരുമിച്ച് എടുക്കുന്നത്. എന്നിട്ട് ഈ ഗ്രീൻ ലൈനിൻ്റെ താഴെ ഒരു ലെവൽ വെച്ചിട്ട് സിയുടെ സ്റ്റോപ്പ് ലോസ് ഇടും. അതേപോലെ തന്നെ പിയുടെ ലെവല് ഈ ഒരു റെഡ് ലൈന് പൊക്കത്ത് വെച്ചിട്ട് പറഞ്ഞ പോലെ പിയുടെ സ്റ്റോപ്പ് ലോസ് ഇടും. അങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്. എന്നിട്ട് അത് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് മെജോറിറ്റി ആയിട്ടുള്ള ഒരു ചാൻസ്. അത് നല്ല രീതിയിൽ പറഞ്ഞ പോലെ ഒരു റീക്രോസ് ഓവർ വന്നിട്ടാണ് മാർക്കറ്റ് മേളിലോട്ട് പോയത്. അത് ഓൾമോസ്റ്റ് ഒരു ടാർഗറ്റ് റീച്ച് ചെയ്തപ്പോഴത്തേക്കും അത് ഓൾമോസ്റ്റ് ഡണ്ണായി പ്രോഫിറ്റബിൾ ആവുകയും ചെയ്തു. പിന്നെ 3 മണിക്കടുത്തുള്ള ഈ ഒരു ഡൗൺ, അതാണ് സെക്കൻഡ് ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്കാണ് പ്രോഫിറ്റബിൾ ആക്കി എടുത്തത്.
അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? നമ്മൾ ചാർട്ട് റീഡ് ചെയ്യാൻ പഠിക്കണം. എന്ന് വെച്ചാൽ ഇന്ന് പഠിച്ചത് കൊണ്ടോ നാളെ പഠിച്ചത് കൊണ്ടോ അല്ല. നമ്മളത് കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ട് മനസ്സിലാക്കി നമുക്ക് ഇങ്ങനത്തെ ബോക്സ് ഒക്കെ വരക്കാനായിട്ട് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും പറ്റും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇതിപ്പോൾ ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എക്സ്പീരിയൻസ്ഡ് ഉള്ള പലരും വരക്കുന്ന ബോക്സ് ഒക്കെ ഏകദേശം ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക് ഔട്ടിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. കാരണം നമ്മൾ കയറിയിരിക്കുന്നത് ഒരു സ്റ്റാൻഡിലെ വണ്ടി നമ്മളെപ്പോഴും പറയുന്ന പോലെ. കാരണം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ട്. ആ കൺസോൾട്ടേഷന് ശേഷം നല്ല രീതിയിൽ മാർക്കറ്റ് ഡൗണും ആയിട്ടുണ്ട്. നല്ല രീതിയിൽ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ഒരു എന്താ പറയുക ഒരു 4 പോലെ വന്നിട്ടുണ്ട്. അപ്പം അത് മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ നമ്മളൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ എൻട്രിക്ക് പ്ലാൻ ചെയ്തത്. ഏകദേശം ഒരു പിൻബാർ വന്നു. ആ സമയത്ത് നമുക്ക് അവിടെ എക്സിറ്റ് ആവാനായിട്ട് പറ്റി. അത് കൂടാതെ തന്നെ അതിൻ്റെ സെക്കൻഡ് റീസൺ അതായത് ഈ ലെവൽ അപ്പ് ആയപ്പോഴാണ് നമുക്കവിടെ എക്സിറ്റ് ആവാനായിട്ട് ഈസി ആയിട്ട് സാധിച്ചത്. അപ്പോൾ ലൈവ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രാവിലത്തെ മാർക്കറ്റിനെ അനലൈസ് കൃത്യമായിട്ട് പറയേണ്ടി വന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ആ എൻട്രിയും എക്സിറ്റും കാണിക്കുന്നതും പ്രോഫിറ്റിൻ്റെ ആ ഒരു ലൈനൊക്കെ കാണിക്കുന്നത് ഞാൻ കുറച്ചായിട്ട് കുറച്ച് ദിവസം ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. നാളെ തൊട്ട് അങ്ങനത്തെ ഒരു എൻട്രി ലെവൽ അല്ലെങ്കിൽ ഇന്ന ആ ഒരു പ്രോഫിറ്റിൻ്റെ സ്ക്രീൻ കാണുന്നത് ഞാൻ എന്തായാലും ഇനി അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ച് ദിവസം ഞാനത് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഒരു മറ്റുള്ളവർക്ക് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനി അത് ഉണ്ടാവില്ല. കാരണം അത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അത് മറ്റുള്ളവരെ നമ്മൾ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നിലവിലത്തെ കണ്ടീഷൻ വെച്ചിട്ട് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റിൽ RSI ഡൗൺ സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് താഴത്തേക്ക് വന്നാൽ സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ലെവൽ 22,138 സപ്പോർട്ടിംഗ് ലെവൽ. അവിടെ നിന്ന് ആ ഒരു സപ്പോർട്ട് വരെ ആയിരിക്കും എൻ്റെ ഇപ്പോൾ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിലും എൻ്റെ ഇവിടുത്തെ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് 22,138 അവിടെ നിന്നൊരു ബ്രേക്ക് താഴത്തേക്കായാൽ 22,040 അവിടെ നിന്നൊരു ഫാള് വന്നു കഴിഞ്ഞാൽ 21,967 ആയിരിക്കും മെജോറിറ്റി ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ്. അപ്പോൾ നേരെ മറിച്ച് മുകളിലേക്കാണെങ്കിൽ നിലവിലെ ഹൈ ബ്രേക്ക് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? ഹൈ അല്ല 22,252 ബ്രേക്ക് ചെയ്താൽ ചെറിയൊരു സ്കാൽപ്പിങ് 22,275 ഇട്ട് ചെയ്യാം. പിന്നെ അതൊരു സസ്റ്റെയിൻ ചെയ്തൊരു മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ 22,328 ആയിരിക്കും മെയിനായിട്ട് എൻ്റേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ ഞാൻ മൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നല്ല മൂവ്മെന്റ് ആയിരുന്നു. ഒരു ഹോൾഡിംഗ് ഒക്കെ നടത്തിയിട്ട് അങ്ങ് അറ്റം വരെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റി. 3.5 മണിക്കൂർ ലൈവ് വീഡിയോ ഉള്ളത് കൊണ്ടാണ് ഞാനത് മനഃപൂർവ്വം ഇടാഞ്ഞത്. അതിൻ്റെ ഇടക്കുള്ള ഭാഗങ്ങളൊക്കെ എടുത്ത് കാണിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇൻഡെക്സിൽ പറയാനുള്ളത്. ഇപ്പോൾ ഫ്യൂച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ മെൻഷൻ ചെയ്തിരുന്ന ഏരിയയുടെ ഏകദേശം ഒരു അടുത്ത് വരെ മാർക്കറ്റ് എത്തിയിട്ടുള്ളൂ. അതായത് ഫ്യൂച്ചറിൽ നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 22,050 ഇവിടെ ഒരു ബ്ലൂ ലൈൻ നമ്മൾ ഓൾറെഡി ഇന്നലെ വരച്ചിട്ടേക്കണതാണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 22,380 ഭാഗത്തേക്കോ അല്ലെങ്കിൽ 22,410 ഭാഗത്തേക്കാണ് പറഞ്ഞത്. ഒരു ഹൈ ലോ അടുത്ത ഹൈ നാളെ ചിലപ്പോൾ 22,410 ആയിരിക്കാം മേ ബി പോകുന്നത്. അപ്പം അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 22,290 കൺസോൾട്ടേഷൻ സോണാണ്. അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ ടാർഗറ്റ് 22,410 ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. നേരെ മറിച്ച് നിലവിൽ ആ വൈറ്റ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ 22,200, 22,140, 22,050 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഈ രീതിയിലാണ് മെജോറിറ്റി നാളത്തേക്ക് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ സിയുടെ കേസിലാണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 22,000 സി നല്ലതാണ്. ഇത് റേറ്റ് കൂടുതലാണെന്നുള്ളൂ, പക്ഷെ പെട്ടെന്ന് കാര്യം നടക്കും. 22,100, 22,000, 22,300, 22,500. പക്ഷെ ഈ ലെറ്ററിന് താഴത്തേക്കുള്ളതൊന്നും മൂവ്മെന്റ് കുറവായിരിക്കും. ഡൗൺ ആവണനുസരിച്ചിട്ട് അതിൻ്റെ ഊർജ്ജം കുറഞ്ഞുകൊണ്ട് വരും. ബാറ്ററി ചാർജ് തീരുന്ന പോലെ തന്നെയാണ്. പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഇതൊക്കെ ഇതിൻ്റെ താഴത്തോട്ടുള്ളത് ബാറ്ററി ചാർജ് കുറഞ്ഞ മൊബൈലുകളാണ്. ഇതിൻ്റെ മുകളിലേക്കുള്ളതൊക്കെ ബാറ്ററി ചാർജ് നല്ല രീതിയിൽ ഫുള്ളായിട്ടുള്ള ഡിവൈസുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ യൂസ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഇത് ഓരോ മൊബൈൽ താഴത്തോട്ട് ഇറങ്ങുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ചാർജ് കുറഞ്ഞ് പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. എന്ന് വെച്ചാൽ DK വരും. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ.
എപ്പോഴും ഇതിന് മുകളിലേക്കുള്ള സ്ട്രൈക്കുകൾ, അതായത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ നാളെ 22,200 സ്ട്രൈക്ക് എടുത്തു. 22,200 സ്ട്രൈക്ക് എടുത്തപ്പോഴത്തേക്കും അതിലൊരു 15-20 പോയിന്റ് ഡൗണിലേക്ക് പോയി. അപ്പോൾ ഡൗണിലേക്ക് പോയപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ടായി. ഒരു 15 പോയിന്റ് ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ടു. അത് ഹിറ്റ് ചെയ്ത് 22,200 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തപ്പോൾ ഈ 22,200 എന്നുള്ള പൊസിഷൻ എവിടെ വരും? ഈ 22,250 സ്ഥാനത്ത് 22,200 വരും. അപ്പൊ എന്താ, മേജർ ആയിട്ടുള്ള സ്പോട്ട് പ്രൈസിന് താഴെ, അതായത് എൻ്റെ ഒരു ചാർട്ട് പ്രകാരം കേട്ടോ, അല്ലെങ്കിൽ പ്രൈസിന് മുകളിലാണ് നിൽക്കണതെന്ന് നോർമലി പറയും. പക്ഷെ എനിക്ക് ചാർട്ട് ഉള്ളത് കൊണ്ട് ഞാൻ ഇത് നോക്കുന്ന കാരണവും ഇത് പഠിക്കുന്ന സ്റ്റുഡൻസ് ഉള്ളത് കാരണവും അവർക്ക് മനസ്സിലാവാനും വേണ്ടി ചാർട്ട് വെച്ചിട്ട് പറയാൻ എനിക്ക് ചാൻസ് ഉള്ളൂ. അപ്പൊ ഇതിന്റെ താഴെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ഒരു എൻട്രി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ 22,200 ഞാൻ പ്ലാൻ ചെയ്യണത്. പിന്നെ ഞാൻ പ്ലാൻ ചെയ്യണത് 22,150. അപ്പൊ എന്താ, അതിൽ ചാർജ് കൂടുതലുള്ള സാധനം കൂടുതൽ നേരം നമുക്ക് യൂസ് ചെയ്യാം, മൂവ്മെന്റ് കൂടുതൽ കിട്ടും. അതിലും ഒരു 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് പോയി, 10-20 പോയിന്റ് സ്റ്റോപ്പ് ലോസ് പോയി. അപ്പൊ എന്ത് ചെയ്ത്, അത് വീണ്ടും ശരിക്കും പറഞ്ഞാൽ ഇത് താഴത്തോട്ട് വന്നപ്പോൾ 22,150 ഈ ഫസ്റ്റ് പൊസിഷനിലാണ് നിൽക്കുന്നത്, അതും താഴത്തോട്ട് പോയി. അപ്പൊ അടുത്ത ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. ഞാനപ്പോൾ എടുക്കുന്നത് 22,100 സ്ട്രൈക്ക് നേരെ ഈ പ്ലേസിൽ വരും. അപ്പൊ ഞാൻ അതെടുക്കും, അതിൽ മൂവ്മെന്റ് എടുക്കും. അതല്ലാതെ ഈ 22,200 സ്ട്രൈക്ക് ആദ്യം 25 പോയിന്റ് സ്റ്റോപ്പ് ലോസ് പോയി. അപ്പൊ അത് 85 എന്നുള്ള പ്രൈസിലേക്ക് വന്നു. വീണ്ടും ഒരു 25 സ്റ്റോപ്പ് ലോസ് പോയി, അത് ഈ പറഞ്ഞ 62-44 വരുമ്പോൾ ഈ സ്ട്രൈക്ക് 22,200 മാത്രം അത് ഉപയോഗിച്ചേ ഞാനൊന്ന് പ്രോഫിറ്റ് ആക്കൂ എന്നുള്ള വാശിയാണ് പലരെയും ലോസിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള മെയിൻ റീസൺ. നമ്മൾ ഓരോ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ്, ഇപ്പോൾ ഫസ്റ്റ് എടുത്തത് 22,200 സ്റ്റോപ്പ് ലോസ് അടിച്ചു. രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റിക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന 22,150, അതും 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചു. അടുത്തത് ഒരു 5 പോയിന്റ് സ്റ്റോപ്പ് ലോസിൽ 22,100 എടുത്തു, അത് 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചു. പിന്നെ നാലാമത്തെ ട്രേഡ് 22,050 ആയിരിക്കാം, അല്ലെങ്കിൽ 100 ഇടവിട്ടുള്ളത് 22,200, 100, 22,000, 21,900, അങ്ങനെ 100 ഇടവിട്ട് എടുത്താലും പ്രശ്നങ്ങളില്ല. അങ്ങനെയാണ് ഞാൻ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് മെജോറിറ്റി പെട്ടെന്ന് മൂവ് ക്യാച്ച് ചെയ്ത് പ്രോഫിറ്റബിളിലേക്ക് എത്തുന്നത്. അതിൻ്റെ ഒരു എക്സാക്ട് വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസത്തെ യൂട്യൂബിൽ ലൈവിൽ കൊടുത്തിട്ടുണ്ട്, സ്ട്രൈക്ക് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ പറ്റി. അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ പിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ 22,300, 22,400, 22,300, 22,200, 22,100, 22,000, ഇതൊക്കെയാണ് സിയിൽ പ്രിഫർ ചെയ്തിട്ടുള്ള സ്ട്രൈക്കുകൾ. അപ്പോൾ ഇന്ന് കത്തി വളരെ കുറവായിരുന്നു, കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ ഒന്ന്, പല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, മുഴുവനായിട്ട് കാണുന്നില്ല. അതേപോലെ ബെല്ലൈക്കണും കൂടെ അമർത്തിയാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിലെല്ലാ വീഡിയോസും അവൈലബിൾ ആണ്. മറ്റുള്ള സ്റ്റുഡൻസുകൾ എടുത്ത പ്രോഫിറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2023 ജനുവരി തൊട്ടുള്ള ഓരോ പോസ്റ്റുകളും നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ മൊത്തത്തിലൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെന്ന് 100% നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം വിളിക്കാൻ ശ്രമിച്ചാൽ മതി. അതേപോലെ നിങ്ങളുടെ PNL കാണിക്കൂ, PNL കാണിച്ചിട്ട് ഞാൻ ചാർട്ട് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ കൂടാം, ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ദൈവത്തെ ഓർത്ത് അങ്ങനെ PNL കാണിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ചേരാനായിട്ട് ശ്രമിക്കുക. ഞാൻ അങ്ങനെ പോകുന്ന ഒരാളല്ല. അത്യാവശ്യം താല്പര്യമുള്ള ആളുകളെ മാത്രമേ ഞാൻ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുള്ളൂ. കാരണം നമ്മുടെ മൈൻഡ് സെറ്റായിട്ട് സിങ്ക് ചെയ്യാനായിട്ട് പറ്റണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, മറ്റൊരാളുടെ PNL നോക്കി ട്രേഡ് ചെയ്യാനായിട്ട് ഒരിക്കലും ഒരു വ്യക്തിക്ക് സാധിക്കില്ല. അദ്ദേഹം എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അങ്ങനെ ഒരു PNL എടുക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ആ PNL കണ്ടിട്ട് പഠിക്കാൻ വരുന്ന ഒരാൾ നാളെ തൊട്ട് ഇതേപോലെ PNL എടുക്കാൻ എനിക്കും പറ്റും എന്നുള്ള ലെവലിലാണ് പഠിക്കാനായിട്ട് വരുന്നത്. ഞാൻ ഒരു വർഷത്തിന് മേലെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ലെവലിലേക്കെങ്കിലും ഒരു വ്യൂ എങ്കിലും കൊണ്ട്, ഇപ്പോഴും 100% ഒന്നും പറയുന്നില്ല, ഒരു വ്യൂവിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പോൾ അതേപോലെ PNL കണ്ടിട്ടാണെങ്കിലും 1.5 വർഷം അല്ലെങ്കിൽ 1 വർഷം ഇത് തന്നെ എന്നും പറഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്കൊരു പ്രോഫിറ്റബിൾ ആവാൻ പറ്റത്തുള്ളൂ. 1.5 വർഷം കൂട്ടിയത് എൻ്റെ സ്ട്രാറ്റജി മേക്കിംഗ് ടൈമും കൂടെ കൂട്ടിയിട്ടാണ്. നിങ്ങൾക്ക് അത്ര ഒന്നും ടൈം വേണ്ടി വരില്ല. 6 മാസം ഈ പറയുന്ന ചാർട്ട് റീഡ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രോ ട്രേഡർ ആവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ചാർട്ട് റീഡിംഗ് ആണ്. അത് മനസ്സിൽ വെക്കുക, വിളിക്കുക, സംസാരിക്കാം. പരിചയപ്പെട്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ ഒരാളുടെ മൈൻഡ് എന്താണ് എന്ന് നമ്മളൊന്ന് അറിയണ്ടേ. ചില ആൾക്കാർ ഫോറക്സ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാനിത് സൂപ്പറാണെന്നൊക്കെ പറയും. അവരെന്താണ് ചെയ്യണത്, എത്ര നാളായി, അവർ എന്തെങ്കിലും അവർക്ക് മെൻ്റലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ, ട്രേഡ് ചെയ്യുമ്പോൾ പേടിയുണ്ടോ,
അങ്ങനെയുള്ള അവർ സ്റ്റോപ്പ് ലോസ് എത്ര വരെ താങ്ങും, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെങ്കിലാണ് അവർ ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മെന്റൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നേരിട്ട് വിളിക്കൂ വിളിക്കൂ എന്ന് പറയുന്നത്. ചിലർക്ക് പേടിയുള്ളവരുണ്ടാവാം. ആ പേടിയുള്ളവർ എൻ്റെ P&L കണ്ടിട്ട് വന്നിട്ട് കാര്യമുണ്ടോ? ഞാൻ ഇന്ന് ഉച്ചക്ക് ചെയ്ത പോലെ 250, 200 പോയിന്റ് റൈഡ് ചെയ്യാനായിട്ട് പേടിയുള്ള ആൾക്കാർക്ക് ജന്മത്ത് നടക്കുന്ന കേസല്ല. അപ്പൊ അതുകൊണ്ട് ആണ് വിളിക്കാനായിട്ട് പറയുന്നത്. ഇനിവേ എല്ലാവർക്കും നാളെ നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ, നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോട് കൂടി നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.